കുട്ടൂനാടന് പൂഞ്ചയില്ല ഇതിലെ കൂടെ നടന്നു പോകാൻ അധികം ആൾക്കാർ ചൂസ് ചെയ്യാറില്ല, എല്ലാവരും വണ്ടിയിലാണ് വരുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴി ഇച്ചിരി കഷ്ടപ്പാടാണെങ്കിലും നല്ല ഭംഗിയുള്ള റൂട്ടാട്ടോ. രണ്ട് സൈഡിലും കൽക്കെട്ടാണ്, അപ്പോൾ അതിനിടയ്ക്ക് കൂടാണ് ഈ വഴി. നമ്മളിത് മുകളിലോട്ട് വരുംതോറും ഫോർട്ട് നമുക്ക് കൂടുതൽ ക്ലിയറായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെയൊരു ക്ലോസപ്പ് ഒരു വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൽ കൂടെ വന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ വഴിയാണ് നമ്മൾ കയറി വന്നത്. താഴെ കാണുന്നത് ജോധ്പൂർ നഗരമാണ്. അപ്പോൾ ഇങ്ങനെ കയറി വന്ന നമ്മൾ മുകളിലോട്ട് പോവാണ്. ബ്ലൂ സിറ്റിയുടെ ഒരു അടിപൊളി വ്യൂ ആണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്. നമ്മുടെ ഈ ജോധ്പൂരിന് ബ്ലൂ സിറ്റി എന്നൊരു പേരുമുണ്ട്, അതുപോലെ തന്നെ സൺ സിറ്റി എന്നൊരു പേരും ഈ ജോധ്പൂരിനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മെഹ്റാൻഗഡ് ഫോർട്ടിൻ്റെ ഒരു ഫോർട്ടും താഴെ ജോധ്പൂർ നഗരവും. രാജസ്ഥാനിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരമാണ് ജോധ്പൂർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോധ്പൂർ രാജാക്കന്മാരുടെ ഭരണകീഴത്തിലായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞെങ്കിലും ജോധ്പൂർ വീണ്ടും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ അന്നത്തെ രാജാവ് മടിച്ചിരുന്നു. പക്ഷേ നമ്മുടെ സർദാർ വല്ലഭഭായ് പട്ടേലൊക്കെ ഇടപെട്ട് പിന്നീടത് ഇന്ത്യൻ യൂണിയനിൽ ചേരുകയും രാജസ്ഥാൻ്റെ ഭാഗമാവുകയും ചെയ്തു. നമ്മളിത് അവിടെ കാണാം താഴെ, നമ്മളവിടെ നിന്ന് താഴേന്ന് ഇങ്ങനെ കയറി വരിക കേട്ടോ. ഇങ്ങനെ കയറി ഇങ്ങനെ മുകളിലോട്ട് വന്ന് ഇവിടായി. അപ്പോൾ നമുക്കിനിയും ഒരുപാട് മുകളിലോട്ട് കയറാനുണ്ട്, കുറേ കയറാറുണ്ട്. ഇപ്പോൾ ഏകദേശം വെയിലായി തുടങ്ങിയിട്ടുണ്ട്. രാവിലെയൊക്കെ നല്ല തണുപ്പുണ്ട്, പക്ഷേ വെയിലുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ചൂടൊക്കെ ഫീൽ ചെയ്യുന്നില്ല അല്ലേ? ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ തണുപ്പുണ്ട്, എന്നാലും നമുക്ക് വെയിൽ കയറാവുന്നതൊക്കെ ഉള്ളൂ. നമുക്ക് ഒരു ദിവസം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവിടെയായിരുന്നു നിന്നത്, പക്ഷേ അവിടെ നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് കണ്ടു. ഞങ്ങളപ്പം ഇവിടെ വന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ജോധ്പൂരിൻ്റെ ഒരു അടിപൊളി വ്യൂ നമുക്കിവിടെ കാണാം. അതാണ്ട് ജോധ്പൂർ ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഇടയ്ക്കിടയ്ക്ക് കുറേയേറെ നീല കെട്ടിടങ്ങളുണ്ട്. അവിടെ കാണുന്ന കുറേ കൂടുതൽ ഇവിടെ നീല കെട്ടിടങ്ങളുണ്ട്, പക്ഷേ അതൊരുപാട് കുറഞ്ഞു വരുന്നുമുണ്ട്. എന്നാൽ ചിലയിടങ്ങളൊക്കെ ഇതുണ്ട് താനും. അപ്പം നമ്മളിപ്പോൾ ജോധ്പൂർ ഫോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്, മെഹ്റാൻഗഡ് ഫോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം ഈ നഗരം സ്ഥാപിച്ചത് 1459 റാവു ജോധയാണ് ഈ ഒരു നഗരം സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിന് ജോധ്പൂർ എന്ന പേര് വന്നത്. അപ്പം ഇത് പല തവണകളായിട്ട് ആക്രമണങ്ങളൊക്കെ നേരിട്ടുള്ളൂ. അപ്പം ഈ പറയുന്ന പോലെ ഈ നഗരവും നമ്മുടെ ഡൽഹി സുൽത്താനേറ്റുമായിട്ടൊക്കെ നിരവധി യുദ്ധങ്ങൾ നടന്നിരുന്നു. അങ്ങനെ ആ യുദ്ധങ്ങളിൽ ചിലതിലൊക്കെ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു. കുറേ നാളുകൾ പിന്നീട് മുഗളന്മാർ ഈ ജോധ്പൂർ ഭരിക്കുന്നുണ്ട്. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വീണ്ടും നമ്മുടെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാവുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 1956 സംസ്ഥാന ഈ പുനഃസംഘടന രൂപീകരിച്ചപ്പോഴാണ് ഇത് രാജസ്ഥാൻ്റെ ഭാഗമായത്. അപ്പോൾ രാജസ്ഥാൻ ഹൈക്കോടതിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ജോധ്പൂരിലാണ്. നമ്മളിപ്പം കോട്ടയുടെ താഴെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് ഉള്ളിലേക്ക് പോകണം. നമ്മൾ മെഹ്റാൻഗഡ് ഫോർട്ടിന് ഉള്ളിലേക്ക് കിടക്കുകയാണ്. അപ്പം നമുക്കിനി ടിക്കറ്റ് കൗണ്ടർ എവിടെയാണെന്ന് നോക്കണം. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല, ടിക്കറ്റ് എവിടെയാണെന്ന് നോക്കണം. ടിക്കറ്റൊക്കെ എടുത്തു. അവിടെ വലിയ ടിക്കറ്റ് എടുക്കാൻ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിനി 200 രൂപയായി. 200 രൂപ എടുത്തു. നമ്മൾ 100 രൂപ എന്നാണ് അതിനകത്ത് കൊടുത്തിരുന്നെങ്കിലും, പക്ഷേ 200 ഒരാൾക്ക് മേടിച്ചത്. നമുക്കറിയില്ല, ഇനി റേറ്റ് കൂട്ടിയത് നമുക്കറിയത്തില്ല അല്ലേ? ഈ സീസൺ ടൈം ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. അതുകൊണ്ടായിരിക്കും. എന്തായാലും കുഴപ്പമില്ല. നമ്മളിവിടെ നടന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കണ്ടില്ലെങ്കിൽ അതും പ്രശ്നമാണ്. ഈ മരമല്ലേ ഇത്, ശരിക്കും പറഞ്ഞാൽ ഈ മരുഭൂമിയിലുള്ള കൂടുതലും ഉള്ള ആൾക്കാരൊക്കെ പല്ല് തേക്കാനൊക്കെ ഇതിൻ്റെ മരത്തിൻ്റെ കമ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. കയറി ഇരിപ്പുണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷേ വീഡിയോ ആണ് എടുക്കുന്നത്. ചമ്മി ചമ്മി ചമ്മി. जल्दी
ഇതേ വലിയ പീരിങ്കികളൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ അതെല്ലാം ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രില്ലിട്ട് വെച്ചേക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ട ജോധ്പൂർ നഗരത്തിൻ്റെ ബ്ലൂ സിറ്റിയുടെ ഒരു വ്യൂ നോക്കി ഇവിടെ നിന്ന് കിട്ടും. കുറേയേറെ ഇതുപോലെ കവാടങ്ങളുണ്ട് കേട്ടോ. ഇതുപോലെ കുറേ കവാടങ്ങൾ കടന്നിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ കോട്ടയുടെ വാതിലുകളുണ്ടോ, ഇത് പവർഫുള്ളാന്ന് നോക്കി. ഇതിന്റെ വലിപ്പം അറിയണമെങ്കിലേ ഇത് കണ്ടു. പക്ഷെ എന്തൊരു വലിപ്പം ഇത്. നമ്മളപ്പോൾ ഒന്നും ആയിട്ടില്ല, അത് ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. നമുക്കിനിയും പിന്നെ മുകളിലോട്ട് പോകാൻ കിടക്കുവാണ്. കുറച്ചുകൂടെ മുകളിലോട്ട് പോകണം നമുക്ക്. റാവ് ജോതാജീസ് ഫൽസ AD 1459. 8 മണിക്ക് തുടങ്ങി ഞങ്ങൾ നടത്തണം കേട്ടോ. വെള്ളം കുടിക്കട്ടെ. തോറ്റി വന്നപ്പോഴത്തേക്ക് പരിപാടി. ബാക്കി നടക്കത്തിനാണ് ഞങ്ങൾ ഉദ്ദേശം. ഞങ്ങൾ നടത്താമെന്ന് എഴുതണ്ട. ഇത്രയും വെയിലത്തോടൊക്കെ വന്നിട്ടും വെള്ളം നല്ല തണുത്തിരിക്കും. ഈ കോട്ടയ്ക്കുള്ളിൽ നിരവധി കൊട്ടാരങ്ങളുണ്ട് കേട്ടോ. അത് എന്താ മോത്തി മഹൽ, പേൾ പാലസ് എന്ന് പറഞ്ഞാൽ, പിന്നെ പൂൽ മഹൽ, ഫ്ലവർ പാലസ്, പിന്നെ ഷീഷ മഹൽ, അതൊരു കണ്ണാടി മിറർ പാലസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സിലേ ഖാന, ദൗലത്ത് ഖാന എന്നിങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ നമുക്ക് എന്താണ് കുറേ പീരിങ്കികളൊക്കെ ഇവിടെ കാണാം. പീരിങ്കികളൊക്കെ പണ്ട് യുദ്ധസമയത്തൊക്കെ പീരിങ്കിയുടെ മറ്റേ എന്താണ് ഇരുമ്പ് ഉണ്ടകളൊക്കെ വന്ന് പതിച്ച പല സ്ഥലങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ സതിയുമായിട്ട് ബന്ധപ്പെടുത്തി കുറേ ആചാരമുണ്ടല്ലോ. സതി എന്നാണ് പറയുന്നത്. സതി അനുഷ്ഠിക്കുന്ന സമയത്ത് രജപുത്ര സ്ത്രീകൾ ഈ തീയിൽ ചാടി മരിക്കുന്നതിന് മുമ്പ് അവരുടെ കൈ ഇങ്ങനെ കളറി മുക്കിയിട്ട് ഭിത്തിയിലൊക്കെ പതിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ, എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ചിത്രീകരിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഇവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ നിരവധി പടങ്ങളോട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്നിയുടെ 1994 ഇറങ്ങിയ നമ്മളെല്ലാവരും, കുട്ടികളുടെ മാത്രമല്ല വലിയവരുടെയൊക്കെ ഒരു എന്താ പറയുക ഒരു ആരാധനാ കഥാപാത്രം മൗഗ്ലിയുടെ ജംഗിൾ ബുക്ക് ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ 2012 പുറത്തിറങ്ങിയ ദി ഡാർക്ക് നൈറ്റ് റൈസസിൻ്റെ ചിത്രീകരണം ഇവിടെ തന്നെ ആയിരുന്നു. പല സീനുകൾ അകത്ത് ചില കോട്ടകളിലൊക്കെ ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴുന്ന കണക്കത്തെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൊളിഞ്ഞു വീഴുന്നതൊക്കെ എല്ലാം VFX കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത് അറിയത്തില്ല, ഇവിടെ ആണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. നമ്മൾ അറിയപ്പെടാത്ത പല ചിത്രങ്ങളും ഉണ്ടായിരിക്കാം, നമ്മൾ അറിയുന്നില്ലല്ലോ. ഇപ്പോൾ പറഞ്ഞത് രാജസ്ഥാനിക ഭാഷയിൽ ഇറങ്ങുന്ന ചിത്രങ്ങളോ അല്ലെങ്കിൽ ഹിന്ദിയിൽ തന്നെ വേറെ ഏതെങ്കിലും ചിത്രങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകും. പിന്നെ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അമ്പലത്തിൽ ഈ പറയുന്ന നമ്മുടെ നവരാത്രി സമയത്ത് ഞങ്ങൾ തിക്കിലും തിരക്കിലും 250ഓളം ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു വാർത്തയും കേട്ടിട്ടുണ്ട്. ഈ രജപുത്രയുടെ ഇവരുടെ ഒരു ആരാധനാമൂർത്തി നമ്മുടെ കാളീദേവിയാണ്. അപ്പം ദേവിയുടെ ഒരു അമ്പലം മുകളിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ നമുക്ക് അതുകൊണ്ടൊന്ന് കാണണം. ഇതൊക്കെ ഞങ്ങൾക്ക് വായിച്ചുള്ള അറിവുകളാണ് കേട്ടോ. ഇനി മുകളിൽ ചെന്ന് നോക്കിയിട്ടാണ് ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കും അറിയില്ല. പക്ഷേ ഡിസ്നിയുടെ കാര്യമൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ അറിയില്ല. ഞാനിപ്പോൾ യൂട്യൂബിലെടുത്ത് നോക്കുമായിരുന്നു. യൂട്യൂബിൽ നോക്കിയപ്പം ആദ്യം സിനിമയിൽ കാണിച്ച പല ഭാഗങ്ങളും ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ നമുക്ക് എന്തോ ഒരു പോയി നോക്കാം. കൂടുതൽ കാഴ്ചകളെന്തെങ്കിലും നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. നമുക്ക് നടപ്പ് രാവിലെ തുടങ്ങിയ നടപ്പാണ്. വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. കോട്ടകളൊക്കെ കയറി 5 മിനിറ്റ് കൊണ്ട് ഓട്ടോയ്ക്ക് വരുന്ന സംഭവമാണ്. നമ്മൾ അരമണിക്കൂർ നടന്നു. പക്ഷെ അതുകൊണ്ട് നമുക്ക് ആ സ്റ്റെപ്പൂലൊക്കെ കാണാൻ പറ്റും. ഒരുപാട് കുറേയേറെ സ്റ്റെപ്പൂല് കാണാൻ പറ്റി. അതുപോലെ തന്നെ കുറേയേറെ ഗലികളൊക്കെ കാണാൻ പറ്റി. പ്രാവേ പോവല്ലേ.
എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് രാജസ്ഥാനിയുടെ വായി നിന്ന് കുട്ടനാടൻ മുഞ്ചയിലേക്ക് കേട്ടു, കുട്ടനാടൻ മുഞ്ചയിലേക്ക് കേട്ടു. പക്ഷെ അതിന് വേറെ അവിടെ വന്നിട്ട് വേറെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചേച്ചിമാരെ പറഞ്ഞ് തമിഴ്നാട്ടിൽ തന്നെ അവരപ്പം മേജസ് പോലെ പരിപാടി. പക്ഷെ എന്തായാലും നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ, പാടുന്ന സ്റ്റൈലൊക്കെ. അതേലും നമുക്ക് മുകളിലോട്ട് പോയി ബാക്കി കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ മുമ്പ് പറഞ്ഞ സതിയുടെ കാര്യം പറഞ്ഞല്ലേ, മരിക്കുന്നതിന് മുമ്പ് രജസ്ത്ര സ്ത്രീകൾ അവരുടെ കൈകൾ മഷിയിൽ മുക്കി ഇവിടെ പതിപ്പിക്കുന്നതാണോ പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നത് അതാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ നന്നങ്ങാടിയൊക്കെ പോലെ തോന്നിക്കുന്ന വലിയ കുടങ്ങളുണ്ട് കേട്ടോ. നന്നങ്ങാടിയല്ല ഇത്, പക്ഷേ ചെമ്പാണെന്ന് തോന്നുന്നു. ചെമ്പിൻ്റെ വലിയ കുടങ്ങളോ എന്താ വലിയ വലിപ്പമാണ് കേട്ടോ. പല ഹിന്ദി സിനിമകളിലൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്, ഹവേലികളൊക്കെ കാണുന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് ഞങ്ങൾ രാജസ്ഥാനിൽ വരുന്നത്. എന്തായാലും തുടക്കം കൊള്ളാം. നമ്മുടെ ഇത് ആനപ്പുറത്ത് രാജാക്കന്മാർ ആനപ്പുറത്ത് ഇത് കെട്ടി വെച്ചിട്ടാണ് ആനപ്പുറത്ത് പോകുന്നത്. ഇതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് കേട്ടോ. ആനയുടെ മുതുകിൽ ഇങ്ങനെ കടിപ്പിക്കുന്നതാണ്. ഇത് പക്ഷേ 2 അറകളുണ്ടല്ലേ, 2 അറകളുണ്ട്. അതൊരു തടി ഉണ്ട്, അതുപോലെ മെറ്റലും ഉണ്ടോ? തടി ഉണ്ടെന്ന് തോന്നുന്നു. വെച്ചിരിക്കും. സാങ്കർ ചോക്കി, ഇവിടെ പഴയ രാജാക്കന്മാരുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അവർ അധികാരമേൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഇവിടെ ഫ്ലെക്സ് അടിച്ച് വെച്ചേക്കുവാണ്. എന്നാലും അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളീ താഴെ കാണുന്നതൊക്കെയാണ് മ്യൂസിയങ്ങൾ കേട്ടോ. നമ്മുടെ ഈ സൈഡിൽ കാണുന്നത് ഇതെല്ലാം മ്യൂസിയങ്ങളാണ്. ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് അകത്തോട്ട് പോയി നോക്കാമേ. അനീഷ് പ്രായുടെ അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫറാണ് കേട്ടോ ഇവിടുത്തെ. ഞാനിവിടെ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു കേട്ടു, ഇവിടുത്തെ ഫോട്ടോഗ്രാഫറാക്കിയിട്ട് ഇവിടെ നിയോഗിച്ചിരിക്കുക. വേരാങ്കട്ട് ഫോർട്ടിൽ വരുന്ന ആൾക്കാർക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇവിടെ അനീഷ് ഭായി ഉണ്ട്. അനീഷ് ഭായിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ടൈം പണിതിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ടൈം പണിതിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വീഡിയോ വരുമ്പോൾ അറിയാം. ഇവർ ഈ കല്യാണമൊക്കെ നടക്കുന്ന വീടുകളിൽ, നമ്മുടെ വിവാഹമൊക്കെ നടക്കുന്ന വീടുകളിൽ മുമ്പിൽ വെക്കുന്ന ഒരു സംഭവമാണ് തോരണമാണ്. അത് പണ്ട് വിവാഹം നടക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വീടുകളുടെ മുമ്പിൽ വെക്കുകയെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇങ്ങനെ നിരവധി രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വാളുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ച് നോക്കാമേ. ഈ കാണുന്നത് അക്ബർ ചക്രവർത്തി ഉപയോഗിച്ചിരുന്ന സോഡാണ്. ഇത് നോക്കി, അക്ബറിൻ്റെയൊക്കെ സോഡ് നമ്മൾ കേട്ടിട്ടുള്ള കഥകളിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. അക്ബർ ചക്രവർത്തി, ഷാജഹാൻ, ജഹാംഗീർ, താജ്മഹൽ. ഇത് അറബിലാണോ? അത് 2 പറയും അല്ലേ? ഒന്ന് അക്ബറിൻ്റേതും ഒന്ന് മുറാദ് അലി ഖാൻ. മുകളിലുള്ളതാണ് അക്ബർ ചക്രവർത്തി ഉപയോഗിച്ചിരുന്നത്. മുകളിലുള്ള വാളാണ് അക്ബർ ചക്രവർത്തി ഉപയോഗിച്ചത്. ഈ ഇതിനുള്ളിൽ നിന്നുള്ള കാഴ്ചകളാണ്, നല്ല വൃത്തിയാണ്, നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. നിങ്ങൾ ഇത് പൗസ് ചെയ്ത് വായിച്ചാൽ മതി. ഇങ്ങനെ ഓരോ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സോഡുകളാണ് ഇതെല്ലാം. രാജാവ് ഈ വാളിൻ്റെ പിടിയുടെ അവിടെ നോക്കി ഒരു സിംഹത്തിൻ്റെ രൂപമാണ്. സൂം ചെയ്യുമ്പോൾ അത് വെട്ടി പോകുന്നുണ്ട്. ഒരുപാട് വിദേശികൾ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടൊക്കെ വരുന്നതിൻ്റെ പകുതി പോലും ആൾക്കാർ നമ്മുടെ നാട്ടിൽ കാണാൻ വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലും ആൾക്കാർ ഈ UP ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള രാജസ്ഥാനുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതൽ വിദേശികൾ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭയങ്കരമായിട്ട് ആൾക്കാർ വരുന്നുണ്ട്.
ഇനി വർക്കുള്ളൂ അല്ലേ? കോട്ടൺ ഹാങ്ങിങ് വേർ യൂസ് ടു സ്ക്രീൻ വിൻഡോ. ഓ, നമ്മുടെ ജനങ്ങൾക്കിടുന്ന കോട്ടൺ തുണികളാണ് ഇതൊക്കെ. അന്ന് കൈകൊണ്ടാണ് ഫുള്ള് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. കളറും ഒക്കെ ആണെങ്കിലും പച്ചയിലുള്ള ഇതുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത് ഫുള്ള് കൈകൊണ്ട് നിർമ്മിച്ചാണ് സംഭവം. മിഷൻ വർക്കല്ല ഒന്നും. ദശവത്ര രാജാവ് മഹാരാജ ഗജ് സിംഗ് ഒന്നാമൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന പടച്ചട്ടിട്ട് പേരുന്ന പേര് പരിച. പരിച. ഇത് ഹെൽമെറ്റ് തലയിൽ വെച്ചിട്ട് കിരീടം അല്ല തലയൊക്കെ ഹെൽമെറ്റ് അല്ലേ? ഹെൽമെറ്റ്. ഇത് ഇവരുടെ ബെഡ്റൂമായിരുന്നെന്നാണ് പറയുന്നത് ഇവിടെ കേട്ടോ. ഇവിടെ ഗൈഡ്മാരൊക്കെ പറയുന്നത് കേട്ടതാ. ഫുള്ള് ഗ്ലാസ് ഒക്കെയാണ് സെറ്റപ്പ്. നല്ല കളർഫുള്ളാണ് സംഭവം. തൊട്ടിലൊക്കെ അല്ലേ? പഴയ കാലത്തെ തൊട്ടിലൊക്കെയാണല്ലേ? അപ്പോൾ രാവിലെ 7:30-8 മണിയായപ്പോൾ തുടങ്ങിയ നടപ്പാണ്. ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണ് കുറച്ച് നേരം. നല്ല സ്ഥലം നോക്കി ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് പോകാം. മൊബൈലൊക്കെ ചാർജൊക്കെ ഏകദേശം തീരുന്നൊരവസ്ഥയായിട്ടുണ്ട്. അപ്പം കുറച്ച് നേരം ചാർജ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് വേണം നമുക്കിനി ബാക്കി കാഴ്ചകളിലേക്ക് പോകാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ തീർച്ചയായിട്ടും മെഹ്റാൻഗഡ് ഫോർട്ട് ജോധ്പൂർ വന്നു കഴിഞ്ഞാൽ മെഹ്റാൻഗഡ് ഫോർട്ട് മിസ് ചെയ്യില്ല. കുറേയേറെ കാഴ്ചകളുണ്ട്. ചരിത്രപരമായ കുറേയേറെ അറിവുകളുണ്ട്. നമുക്ക് ഈ മെർവാറിൻ്റെ ചരിത്രവും രാജസ്ഥാൻ്റെ ചരിത്രവും ഒന്നും കൂടുതൽ അറിയാത്തതുകൊണ്ട് അത് പറയാനറിയില്ല. എങ്കിലും കുറേയേറെ ഈ പറയുന്ന ചരിത്ര അന്വേഷികളായിട്ടുള്ള ആൾക്കാർക്ക് കുറേയേറെ വിവരങ്ങൾ നൽകുന്ന കുറേയേറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ രാജാക്കന്മാരെയും അവരുടെ ആചാര രീതികൾ, അവർ ജീവിച്ചിരുന്ന രീതികൾ, അവർ കഴിഞ്ഞിരുന്ന സ്ഥലങ്ങൾ, അങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ജോധ്പൂർ വരുവാണെങ്കിൽ ഈ ഒരു മെഹ്റാൻഗഡ് ഫോർട്ട് കയറണം. മെഹ്റാൻഗഡ് ഫോർട്ടിൽ നിന്നുള്ള ഈ ജോധ്പൂർ പിങ്ക് സിറ്റി ബ്ലൂ സിറ്റിയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൃത്യമായിട്ട് ജോധ്പൂർ നഗരത്തിൻ്റെ ഒരു കാഴ്ചകൾ നോക്കുകയാണ്. കറക്റ്റ് ബ്ലൂ സിറ്റിയുടെ ഒരു വ്യൂ. നമ്മളിപ്പോൾ ഉള്ളത് ചാമുണ്ഡമാത ക്ഷേത്രത്തിലാണ്. അപ്പം റാവു ജ്യോതിയുടെ കുലദേവതയായിരുന്നു ഈ ചാമുണ്ഡ മാതാജി. അപ്പം തലസ്ഥാനമായ മാണ്ടോറിൽ നിന്ന് 1460 അവരുടെ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് മെഹ്റാൻഗഡിൽ പ്രതിഷ്ഠിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള ഫോട്ടോകളൊന്നും എടുക്കണമെന്നൊരു പറഞ്ഞിട്ടുണ്ട്. ഉച്ചയെങ്കിലും നമുക്ക് ആ വെയിലിൻ്റെ ഒരു ഫീൽ തോന്നുന്നില്ല അല്ലേ? നല്ല തണുപ്പുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. വിദേശികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത് കണ്ടോണ്ടോടെ നിൽക്കുകയാണെങ്കിൽ നമ്മളിന്ന് വൈകുന്നേരം വരെ നിൽക്കത്തേ ഉള്ളൂ. അതുമാതിരി നിർമ്മിതികളാണ് കേട്ടോ.
ചാമുണ്ട മാതാജി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ റാവു ജ്യോതിയുടെ ഒരു കുലദേവതയായിരുന്നു ഈ ചാമുണ്ട മാതാജി. അവർ പഴയ തലസ്ഥാനമായ മാണ്ടോറിൽ നിന്ന് 1560കളിലാണ് ആ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്നിട്ട് പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ഇവിടെ ദസറ ആഘോഷങ്ങളാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ദസറ ആഘോഷത്തിൻ്റെ ഒരു സമയത്ത് ഇവിടെ അപകടം ഉണ്ടാവുകയും 249 ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു. അതേ 400ലധികം ആൾക്കാർക്ക് പരിക്കുമേൽക്കുകയും ചെയ്തു. അപ്പം ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം പറഞ്ഞത് ഈ ആൾക്കാരെ ഇവിടെ എന്തോ മതിലിടിഞ്ഞ് വീണ് എന്ന് പ്രചരിക്കുകയോ അല്ലെങ്കിൽ ബോംബിടുക എന്നോ അങ്ങനെ എന്തോ ഭീഷണിയൊക്കെ ഉണ്ടായി. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ആൾക്കാർ തിക്കും തിരക്കും കൂട്ടിയിട്ട് ഇവിടെ മരിക്കാനിടയാന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ ചാമുണ്ട ദേവി എന്ന് പറയുന്നത് ഇവരുടെ ഒരു കുലദൈവമാണ്. അപ്പം ആ ഒരു ക്ഷേത്രത്തിനോട് മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായ സമയത്ത് ഇവിടുത്തെ മുസ്ലിങ്ങൾ പിറ്റേ ദിവസം അടുത്ത ദിവസം അവരുടെ പെരുന്നാൾ ആഘോഷിക്കാനിരുന്നതാണ്. അവരുടെ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ പറയുന്ന ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ആഘോഷങ്ങളൊക്കെ മാറ്റി വെച്ചിരുന്നു. അങ്ങനെ ഒരു ചരിത്രം കൂടെ ഉണ്ട്. അപ്പോൾ ഈ സംഭവം നടക്കുന്നതാണ് 2008 സെപ്റ്റംബർ 30 നടക്കുന്നത്. എന്തായാലും കുറച്ച് നേരം നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തൊരു തണുപ്പല്ലേ. നടന്ന് വന്ന ഇവിടെ ഒന്ന് ഇരിക്കാന്ന് വെച്ചു കുറച്ച് നേരം. നല്ലൊരു മരമൊക്കെ ഉണ്ട്, നല്ല തണലാണ്. അയ്യോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അമ്പലമൊക്കെ ഇവിടെ കാണാം കേട്ടോ. ഇത് എവിടെയായിട്ടാണ് അമ്പലം വിടുന്നത്, ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ. ഇത് നോക്കി, ശത്രുക്കളെയൊക്കെ ദൂരേന്ന് വെട്ടിവെച്ചിടാൻ പറ്റിയ സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഇതൊക്കെ എന്ത് വലുപ്പമാണ് നോക്കി. കോട്ടയുടെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള ആക്രമണത്തെയും ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അവർ നിർമ്മിച്ചത്. അപ്പോൾ അവിടെ എന്തൊക്കെയോ കുറേ ശില്പങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അവിടെ ബോർഡൊന്നും അവർ വെച്ചിട്ടില്ല. ഇവിടെ ഒരുപക്ഷെ ഇതൊരു അന്നെന്തെങ്കിലും വെള്ളം നിറച്ചിട്ട് യൂസ് ചെയ്തിരിക്കും. പല കോട്ടകളും അങ്ങനെയുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും കുളം പോലെ എന്തെങ്കിലും അവർ യൂസ് ചെയ്ത കാര്യങ്ങളാവും ഇത്. അപ്പോൾ അതേ മുകളിൽ കാണുന്നതാണ് നമ്മുടെ ചാമുണ്ട മാതാ ടെമ്പിള്. എന്തായാലും നമ്മുടെ നമുക്ക് കുറച്ച് കാഴ്ചകളുള്ളതാണ് തോന്നുന്നത്. നല്ല ക്ലീനാണ്, ഉറപ്പുള്ള കാര്യമല്ലേ. കാരണം നമ്മൾ അനുഭവിച്ച കാര്യമല്ലേ നമ്മൾ പറയുന്നത്. അല്ല, ഏറ്റവും വലിയ കാരണം നമ്മൾ ഒരു 2 ചെറിയ ബിസ്ക്കറ്റുമായിട്ട് വന്നിട്ട് അവർ ആ ബിസ്ക്കറ്റ് വരെ മേടിച്ച് വെച്ചു. 2 നമ്പർ എഴുതി നമ്മളവിടെ മേടിച്ച് വെച്ചു. പ്ലാസ്റ്റിക് ഇടുമെന്ന് മേടിച്ചിട്ടാണ്. പിന്നെ സാധാരണ ഈ കോട്ടകളിൽ കാണുന്ന കുത്തിവരയ്ക്കുന്ന പരിപാടി നമ്മൾ കാണുന്നത്. സാധാരണ മതിലയിലൊക്കെ ആൾക്കാർ പേരൊക്കെ എഴുതി വെക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. അക്കാര്യത്തിൽ അവർ വൃത്തിയായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. എൻ്റെ കണ്ണിന് എന്തോ പോലെ. അയ്യോ, എന്തൊരു ഹൈറ്റാ. അപ്പോൾ ഞങ്ങളുടെ പേരാണെന്ന് പറഞ്ഞല്ലോ. എങ്കിലും അതേ നടന്നു പോകുന്നുണ്ടേ. ഈ ഒരു കോട്ടയുടെ ഈ ഒരു വാളിൻ്റെ ഇത് കാരണം നിഴലുണ്ട് ഇവിടെ. അത് നിഴൽ പതിച്ചുകൊണ്ട് ഒരു സൈഡ് നല്ല നിഴലാണ് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിലൊന്നും അത്ര ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് നടന്ന് ഫീൽ ചെയ്യുന്നില്ല. നല്ല തണുപ്പുണ്ട്. വെയിൽ മേടിച്ചാൽ പോലും നമുക്ക് ഇങ്ങനെ ഞങ്ങളിപ്പോൾ നട്ടുച്ച സമയത്താണ് പോകുന്നത്. എന്നാൽ പോലും ഇങ്ങനെ ഇത്രയും തണലുണ്ട് ഇവിടെ. നമുക്ക് ഇതിലേ കൂടെ പോവാം, സുഖമായിട്ട് പോകാം. അപ്പം നമുക്ക് താഴെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളിത് കാണുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മൾ വളരെ എഫേർട്ട് എടുത്തിട്ടാണ്, കുറച്ച് നാൾ ആയിട്ട് തുടങ്ങിയിട്ട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് ഇനിയും തുടരുക. അപ്പോൾ നമുക്കിങ്ങനെ താഴെ ക്ഷേത്രത്തിലെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥിച്ചു. കുറിയൊക്കെ തൂട്ടുവന്നു. ഇനി നമ്മൾ ഇവിടുത്തെ ദർശനം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കോട്ടയിലെ കാഴ്ചകൾ മാറിയിട്ട് അവസാനിപ്പിച്ചിട്ട് നമ്മൾ മറ്റുള്ള കാഴ്ചകളിലേക്ക് പോവാണ്. ഇവിടെ ആൾക്കാർ ഒട്ടപ്പുറത്തൊക്കെ കയറുവാണ്. നമ്മളെന്തായാലും ഇവിടുത്തെ കയറുന്നില്ല. നമ്മളെന്തായാലും ജയ്സൽമീർ പോയിട്ട് പരപ്പുമലൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കയറുന്നുള്ളൂ.
ഇതൊക്കെയാണ് നമ്മുടെ മെഹ്റാൻകോട്ട് ഫോർട്ടിൽ നിന്നുള്ള കാഴ്ചകൾ. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ജസ്വന്താട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അത് ഇവിടുന്ന് ഏകദേശം ഒരു 650 മീറ്ററെ കാണിക്കുന്നുള്ളൂ. നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ പയ്യെ നടന്നിറങ്ങാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ജസ്വന്താടയുടെ വീഡിയോ തൊട്ട് നമ്മൾ മറ്റുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അതുവരെ നമസ്കാരം.